ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 12,000 രൂപയിൽ താഴെയുള്ള 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 5, മൊട്ടറോള ഇ സെക്കൻഡ് ജനറേഷൻ. ഏകദേശം 6,000 രൂപയോളം വില വരുന്ന ഈ 4.5 ഇഞ്ച് സ്മാർട്ട് ഫോൺ 1.2 GHz സ്നാപ്ഡ്രാഗൺ 200 ക്വാഡ് കോർ പ്രോസസറിലും അഡ്രിനോ 302 GPUയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫോണിന് 1 GB റാമും 8 GB ഇന്റേണൽ മെമ്മറി സ്റ്റോറേജും ഉണ്ട്. ഇത് നിങ്ങൾക്ക് 32 GB വരെ മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ 4.5 ഇഞ്ച് ഡിസ്പ്ലേ 540x960 എന്ന റെസൊല്യൂഷനിൽ 245 ppi എന്ന പിക്സൽ ഡെൻസിറ്റി നൽകുന്നുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ LCD IPS പാനലാണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 3യും ഇതിന്റെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൊട്ടറോള ഇയുടെ ബാറ്ററി 2390 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഈ ഫോൺ ചെറിയ രീതിയിലുള്ള വാട്ടർ പ്രൂഫ് സേഫ്റ്റി നൽകുന്നുണ്ട്. ഈ ഫോണിന്റെ മെയിൻ ക്യാമറ 5 മെഗാപിക്സലോട് കൂടി ഓട്ടോ ഫോക്കസിംഗ് ഓപ്ഷനും നൽകുന്നു. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 0.3 മെഗാപിക്സലുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫോണിന്റെ 4G വേർഷനും ലഭ്യമാണ്. ഇതിന്റെ 4G വേർഷനിൽ സ്നാപ്ഡ്രാഗൺ 410 CPU-യും അഡ്രിനോ 306 GPU-മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 4, റെഡ്മി 2 പ്രൈം. ഏകദേശം 7,000 രൂപയോളം വില വരുന്ന ഈ ഫോൺ 4G ഓപ്ഷനോട് കൂടിയാണ് ലഭിക്കുന്നത്. 4.7 ഇഞ്ച് സ്ക്രീനോട് കൂടി വരുന്ന ഈ ഫോണിന്റെ IPS HD ഡിസ്പ്ലേ നിങ്ങൾക്ക് 720x1280 എന്ന റെസൊല്യൂഷനിൽ 312 ppi പിക്സൽ ഡെൻസിറ്റി നൽകുന്നുണ്ട്. ആൻഡ്രോയിഡ് 4.4 KitKat വേർഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.2 GHz സ്നാപ്ഡ്രാഗൺ 410 പ്രോസസറും അഡ്രിനോ 306 GPU-മാണ്. 2 GB റാമുള്ള ഈ ഫോണിൽ 16 GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് 32 GB വരെ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഈ ഫോണിന്റെ മെയിൻ ക്യാമറ 8 മെഗാപിക്സലും ഒമ്നിവിഷൻ ഇമേജ് സെൻസറോടും കൂടിയതാണ്. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 2 മെഗാപിക്സലും നൽകുന്നു. നമ്പർ 3, കൂൾപാഡ് നോട്ട് 3. ഏകദേശം 9,000 രൂപയോളം വില വരുന്ന ഈ ഫോൺ നിങ്ങൾക്ക് 5.5 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടി 720x1280 എന്ന പിക്സൽ റെസൊല്യൂഷനോട് കൂടി ലഭിക്കുന്നതാണ്. ഇതിൽ ആൻഡ്രോയിഡ് 5.1 ലോലിപോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1.3 GHz കോർട്ടെക്സ് A53 ഒക്ടാകോർ പ്രോസസറാണ്. 3 GB റാമും 16 GB ഇന്റേണൽ മെമ്മറി സ്പേസുമുള്ള ഈ ഫോൺ നിങ്ങൾക്ക് 64 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ബാറ്ററി ഏകദേശം 3000 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇത് ഏകദേശം നിങ്ങൾക്ക് 15 മണിക്കൂർ ടോക്ക് ടൈമും 400 മണിക്കൂർ സ്റ്റാൻഡ് ബൈ ടൈമും നൽകുന്നുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമറ 13 മെഗാപിക്സലും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലുമാണ്. ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉപയോഗിച്ച് ഏകദേശം 0.5 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതൊരു നല്ല എമൗണ്ട് ഓഫ് സ്പീഡാണ്. നമ്പർ 2, മൊട്ടറോള G തേർഡ് ജനറേഷൻ. ഏകദേശം 11,000 രൂപ വില വരുന്ന ഈ ഫോണിന്റെ ഡിസ്പ്ലേ 5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 3 ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 720x1180 എന്ന പിക്സൽ റെസൊല്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 5.1 ലോലിപോപ്പ് വേർഷൻ റൺ ചെയ്യുന്ന ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന 1.4 GHz ക്വാഡ് കോർ സ്നാപ്ഡ്രാഗൺ 410 പ്രോസസറാണ്. അതുപോലെ തന്നെ 2 GB റാമും 16 GB ഇന്റേണൽ മെമ്മറിയും ഈ ഫോണിനുണ്ട്. ഇത് നിങ്ങൾക്ക് 32 GB വരെ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇതിന്റെ ബാറ്ററി 2470 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതുപോലെ തന്നെ IPX7 റേറ്റഡ് പ്രൊട്ടക്ഷനോട് കൂടിയ വാട്ടർ റെസിസ്റ്റന്റും ഈ ഫോണിന് നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 13 മെഗാപിക്സലോട് കൂടി f2.0 അപ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ CCT ഡ്യുവൽ LED ഫ്ലാഷും 4x ഡിജിറ്റൽ സൂമും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 5 മെഗാപിക്സലോട് കൂടി f2.2 അപ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്പർ 1, റെഡ്മി നോട്ട് 3. ഏകദേശം 10,000 രൂപയോളം വില വരുന്ന ഈ ഫോൺ ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല. മാർച്ച് അവസാനത്തോടു കൂടി ഇത് മാർക്കറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും 5.5 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടിയ ഈ ഫോൺ നിങ്ങൾക്ക് ഫുൾ HD 1080x1920 എന്ന റെസൊല്യൂഷനിൽ 401 ppi എന്ന പിക്സൽ ഡെൻസിറ്റി നൽകുന്നു. ആൻഡ്രോയിഡ് 5.1 വേർഷനിൽ റൺ ചെയ്യുന്ന ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന 1.8 GHz സ്നാപ്ഡ്രാഗൺ TM650 എക്സാകോർ 64-bit പ്രോസസറാണ്. 2 GB DDR3 ഡ്യുവൽ ചാനൽ റാം യൂസ് ചെയ്യുന്ന ഈ ഫോണിൽ 16 GB ഇന്റേണൽ മെമ്മറി ഉണ്ട്. ഇത് നിങ്ങൾക്ക് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി 4050 mAh ഹൈ ഡെൻസിറ്റി ലിഥിയം പോളിമർ ബാറ്ററിയാണ്. പ്രീമിയം ഫിനിഷോടുകൂടിയ മെറ്റൽ ബോഡിയാണ് ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ലഭ്യമാണ്. ഇതിന്റെ മെയിൻ ക്യാമറ 16 മെഗാപിക്സലോട് കൂടി f2.0 അപ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ 5 മെഗാപിക്സലും f2.0 അപ്പറേച്ചറുമാണ്. എന്തായാലും ഈ വിലയ്ക്ക് ഇത്രയും സവിശേഷതകളോട് കൂടിയ ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. കാരണം 1.8 GHz സ്നാപ്ഡ്രാഗൺ 650 പ്രോസസറും
അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും എല്ലാം കൂടി വരുമ്പോൾ ഈ വിലയ്ക്ക് ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. കൂടുതൽ വീഡിയോകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.